ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ മിച്ചർ കണ്ടില്ലേ, 200 ഗ്രാമിൻ്റെ 50 രൂപയുടെ മിച്ചറാണ്. ഈ മിച്ചർ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഓരോ ബൗളിലാക്കി നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, നമുക്കതിലേക്ക് കിടക്കാം. മിച്ചർ സെപ്പറേറ്റിംഗ് എന്നാണ് ഈ ചലഞ്ചിൻ്റെ പേര്. ഈ ഒരു പാക്കറ്റിനകത്ത് മിച്ചർ എല്ലാം നമ്മൾ വേറെ ബൗളിലാക്കി സെറ്റ് ചെയ്യാൻ പോകും. മിച്ചർ ഈ പാക്കറ്റിനകത്ത് വെച്ചാൽ അത് എന്തൊക്കെയുണ്ടോ നോക്കാം. നമുക്ക് അതിനകത്ത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മിച്ചർ നമ്മൾ പൊട്ടിച്ചിട്ടു. ഇത്ര സംഭവങ്ങൾ നമ്മൾ വേറെ ആക്കാൻ പോവാം, വേറെ ബൗളിലാക്കാൻ പോവാം. എപ്പോൾ തീരുമോ ആവോ. എൻ്റെ കൂടെ സഹായിക്കാൻ ആ മമ്മിയും മീനൂസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ വേറെ ആക്കി. ഈ 2 സൈസ് കടലകൾ, കപ്പലണ്ടിയും കടലയും ബോൾ പോലെ ഇരിക്കുന്നതും നീട്ടിരിക്കുന്നതും കറിവേപ്പില ഉൾപ്പെടെ അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ വേറെ ആക്കും. ഓക്കെ, ഒന്ന് ഈ കടല നമ്മളിങ്ങനെ ഇടും. ഈ ഒരു സാധനം ഈ ബൗളിലിടും. ഇതുപോലെ ഇരിക്കുന്നത് ഇതിനകത്ത്, കറിവേപ്പില ഇതിനകത്ത്, ഈ ഒരു കടല ഇതിനകത്ത്. ഇത്രയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയേ ഉള്ളെന്നാണ് തോന്നുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ. എന്തുണ്ടെങ്കിലും നമ്മളത് സെപ്പറേറ്റ് ആക്കിയിരിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് തുടങ്ങാം. ഓരോന്നോരോന്നും തുടങ്ങുന്നു. മീനൂസ് എന്നെ സഹായിക്കാനായിട്ട് മമ്മി മീനൂസുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം ഇരുന്നാലും തീരത്തില്ല ഫ്രണ്ട്സ്. കാരണം അത്രയ്ക്ക് മിക്സർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആണല്ലോ. ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ബോൾ പോലിരിക്കുന്ന ഈ ഒരു സംഭവമാണ്. അങ്ങനെയൊന്നുമില്ല, കൈ കിട്ടുന്നതെല്ലാം എല്ലാവരും സെപ്പറേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ്, മിക്സർ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചോണ്ടിരുന്നിട്ട് ഇത് തിന്നാതിരിക്കാനായിട്ട് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. എല്ലാവരും വായിലോട്ട് ഇടുന്നുണ്ട് ഫ്രണ്ട്സ്. കൈ കിട്ടുന്നതൊക്കെ എല്ലാവരും വായിലോട്ടൊക്കെ ഇടുന്നതൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഫ്രണ്ട്സ് ഇതിങ്ങനെ ഫ്രണ്ടിൽ വെച്ചോട്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റുന്നത്? ഒരു രക്ഷയില്ല, അങ്ങനെ പറ്റത്തേ ഇല്ല ഫ്രണ്ട്സ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എപ്പോൾ തീരുമെന്ന് ഒരു രക്ഷയില്ല. ഞാൻ വീഡിയോ ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാണ്. കാരണം അത് ഫുള്ള് ഇടുവാണെങ്കിൽ ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്ത് ഫ്രണ്ട്സ് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തെടുത്തപ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് വീഡിയോ ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഇടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് ഇതില്ലെങ്കിൽ നമ്മുടെ ആ വീഡിയോയുടെ മേലിൽ 3 കുത്തുണ്ട്. ആ കുത്തിനകത്ത് ഞെക്കി കഴിയുമ്പോൾ പ്ലേ ബാക്ക് സ്പീഡെന്ന് കാണും. അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗം കാണാനായിട്ട് പറ്റും. സ്കിപ്പ് ചെയ്ത് കാണുന്നതിന് പകരം നമുക്ക് പെട്ടെന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമ്മളങ്ങനെ ഇത്രയായി തീർന്നിരിക്കുകയാണ് ഫ്രണ്ട്സ്. എന്നിട്ട് ഇവിടെ പറക്ക് തീർന്നില്ല. എല്ലാവരും നല്ല വൃത്തിക്ക് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. മീനൂസ് തകൃതിയായി പറക്കുന്നുണ്ട്. അതുപോലെ മമ്മി ഞാനും ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. എപ്പോൾ തീരുവോ ആവോ. ഇങ്ങനെ പറക്കിയിരിക്കുകയാണ്. എല്ലാവരും സംസാരിച്ച് ചിരിച്ച് കളിച്ച് പറക്കുന്നത് കൊണ്ട് ആർക്കും വലിയ ബോറൊന്നും ആവുന്നില്ല ഫ്രണ്ട്സ്. അങ്ങനെ ഏകദേശം തീരാറായിരിക്കുകയാണ് ഫ്രണ്ട്സ്. നമ്മൾ പറക്കി ഏകദേശം തീരാറായിരിക്കുകയാണ്. തീർന്നിട്ടൊന്നുമില്ല. ഇത് തന്നെ എടുക്കാൻ എത്ര സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ പൊട്ടും പൊടിയും നമ്മൾ മാറ്റുന്നത് കൊണ്ട് അത്രയും സൂക്ഷ്മതയോടെയും അത്രയും കാര്യമായിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കാൻ എല്ലാവരും ഉണ്ട്. മമ്മിയും പപ്പയൊക്കെ നല്ല രസമായിട്ടാണ് ഇതൊക്കെ നോക്കുന്നത്. ഒരു പ്രത്യേക ഫീലല്ലേ കുടുംബത്തിലെ എല്ലാവരും കൂടി ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പം. നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ഊട്ടുറപ്പ് കൂടുതൽ ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രസമല്ലേ.
അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിതാ ഇത്രയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അതാ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത്രയും പൊടികളാണുള്ളത്. അതിൽ ആ നീളമുള്ളതെല്ലാം മാറ്റി കഴിയുമ്പോൾ ഇതേ പൊടികളാണ്. ഇതും നമ്മൾ കളയുന്നില്ല. ഇതിനകത്തോട്ട് നമ്മൾ ഇടുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. മിക്സ്ചർ സെപ്പറേറ്റ് ഇത്രയും ആ ഒരു കടലടി ഇത് ഇത്രയും കപ്പലണ്ടി കിട്ടി, ഇത്രയും മാസാദനം കിട്ടി, ഇത്രയും നീളമുള്ളത് കിട്ടി, ഇത്രയും കറിവേപ്പില കിട്ടി. ഇത്രയുമായിരുന്നു ആ മിക്സ്ചറിനകത്ത് ഒരുമിച്ചിരുന്നത് ഫ്രണ്ട്സ്. കടല, കപ്പലണ്ടി, ഉരുണ്ടിരിക്കുന്നത്, നീണ്ടിരിക്കുന്നത്, പിന്നെ കറിവേപ്പില, ഇത്രയും കൂടിയാണ് ഫ്രണ്ട്സ് മിക്സ്ചറായിട്ട് വന്നത്. അങ്ങനെ നമ്മുടെ ചലഞ്ച് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. സമയം ഏതാണ്ട് 3-4 മണിക്കൂർ എടുത്തു ഫ്രണ്ട്സ്. പക്ഷേ നമ്മുടെ ചലഞ്ച് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഇത് ഇത്രയും കൂട്ടിയിട്ടാണ് 200 ഗ്രാമിൻ്റെ മിക്സ്ചറായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്നത് ഫ്രണ്ട്സ്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊക്കെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കടലയും കപ്പലണ്ടിയും ഓക്കെ, മറ്റേതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ്. പിന്നെ കറിവേപ്പില, ഈ 3 കാര്യത്തിൻ്റെ പേരറിയാം. ബാക്കി ആ 2 പേരെന്താണെന്ന് അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്